ഹായ്. ഇപ്പൊ റീസെന്റ് എനിക്ക് കുറെ അധികം കമന്റ്സ് വരുന്നു. ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ എന്റെ കമന്റ്സ് കൂടെ നോക്കുന്നുണ്ടാവും. അതിനകത്ത് കുറെ പേര് നല്ല അപ്രീഷിയേറ്റ് ആണ് ചെയ്യുന്നത്. എനിക്ക് മുമ്പ് ഇങ്ങനെ ഇത്രയും കമന്റ് ഒന്നും വരാറില്ല. മുമ്പൊക്കെ കുറെ തെറി കമന്റുകളാണ് വരുന്നത്. അത് എന്റെ റീൽസിലൊക്കെയാണ് ഇങ്ങനെ കമന്റ്സുകൾ വരാം. ഞാൻ മാക്സിമം മൈൻഡ് പോലും ചെയ്യാറില്ല. ചിലതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആളെ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ഡിലീറ്റ് ആയി പോവുകയാണ് പതിവ്. ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം എനിക്കത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. പലരും വന്നിട്ട് അവിടെ ആദ്യമെല്ലാം കമന്റ് ഇട്ടിരുന്നത് ഇവൾ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവൾ മുമ്പ് പറഞ്ഞ കേട്ടിട്ടുണ്ടോ എന്നും. ഞാൻ ഇവർക്ക് ഇപ്പോൾ ഇസ്ലാം വിഭാഗത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് പറയുന്നതായിട്ട് തോന്നി കുറേയധികം പേര് വന്നിട്ട്, അത് പ്രത്യേകിച്ച് സംഘികൾക്കാണ് തോന്നുന്നത്. ഇസ്ലാം പേരിലാണ് അവന്മാർ വന്നിടുന്നത്. ചില മണ്ടന്മാർ ക്രിസംഖികൾക്കും അബദ്ധം പറ്റാറുണ്ട്. ഈ ക്രിസംഖികളായിട്ട് പേര് ഉണ്ടെങ്കിലും പക്ക സംഖികളാണ്. അങ്ങനെയും കുറേ പേരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് പറയണതെന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞത് വേറെ സ്റ്റേറ്റ്മെന്റ് ഇപ്പം മാറി പറഞ്ഞത്. ഇപ്പം റീസെന്റ് ഒരു കമന്റ് അത് ഭയങ്കരമായിട്ട് ഞാൻ ഇതെന്തോ ഇപ്പം പറയണത്, നീ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ തുടങ്ങിയോ, അങ്ങനെ എന്തൊക്കെയാണ് പറയണത്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ റീസെന്റില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ പിടിച്ചിട്ട് പിന്നെ വന്നിട്ടേയില്ല, അവർ കാണാറേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ മെനക്കെട്ടിരുന്ന് കാണുന്നുണ്ട്. ഞാൻ ഒരു 2 വർഷം മുമ്പ്, 3 വർഷം മുമ്പ് വരെ ചെയ്ത വീഡിയോസിൽ ഇതിനേക്കാൾ വ്യക്തമായി ഞാൻ സംഘികളെ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ വ്യക്തമായി ശക്തമായി ഓരോ വിഷയത്തിലും ഇസ്ലാമിനെ അനുകൂലിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എതിർത്ത 2 കാര്യങ്ങൾ, ഒന്ന് സർക്കംസിഷൻ, എനിക്കത് തീർത്തും അനുകൂലിക്കാൻ വയ്യ. ദയവ് ചെയ്തിട്ട് ഇതിന്റെ താഴെ വന്ന് അതിന്റെ ഭയങ്കര മഹത്വങ്ങൾ എഴുതി വെക്കരുത്. അതൊരു വലിയ സബ്ജക്റ്റാണ്, പല പ്രാവശ്യം തർക്കം വെച്ചതാണ്. ഞാൻ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ആ വിഷയം. 2ാമത്തെ കാര്യം, മുഖം മറച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾ പർദ്ദ ഇടുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, എനിക്ക് അതിനകത്ത് ഒബ്ജക്ഷനും ഇല്ല, അത് നിങ്ങളുടെ താല്പര്യം. പക്ഷെ മുഖം ഒരാളുടെ ഐഡന്റിറ്റിയാണ്, അത് മറയ്ക്കുന്നതിനോട് എനിക്ക് തീർത്തും എതിർപ്പാണ്. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അടുത്തിരിക്കുന്നത് ആരെന്നറിയാനുള്ളത്. ആ വൃത്തികേട് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ എതിർക്കുന്നു. പിന്നെന്താണ്, ഭാര്യ ഒരു കണ്ണം കെട്ടി അടുത്തതിനെ കെട്ടി കളഞ്ഞിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം അറിയാത്തവന്മാരാണ് അത് ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിൽ ആരും അങ്ങനെയില്ല, അത് ആദ്യമേ പറയാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. എൻ്റെ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം പോലും എൻ്റെ എക്സ് ഹസ്ബൻഡ് കഴിച്ച 4 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഉടനെ പോയി കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. ഭാര്യയെ വെച്ചിട്ട് വേറൊരിടത്ത് പോയി ഉണ്ടാക്കുന്ന പരിപാടി പല അവന്മാർക്കും ഉണ്ട്. അത് തെറ്റാണ്. അതിനവർ പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിലെ ഈ ഒരു സംഗതി 4 കെട്ടാമെന്നുള്ളത്. ബഷീർ പോലുള്ളവന്മാർ ഇസ്ലാമിന്റെ ആ നിയമത്തിനെ വളച്ചൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ എതിർക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴും എതിർക്കുന്നുണ്ട്, മാറ്റമൊന്നുമില്ല. അങ്ങനെ ഒരു വിഷയം വരട്ട്, എന്റെ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് തന്നെ ആർക്കും ഫേവർ ഉണ്ടാവത്തില്ല. എനിക്ക് എന്റെ ഉത്തരവാദിത്വമാണ് അത് പറയുക എന്നുള്ളത്. അത് ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. ഞാൻ ശക്തമായി ഇസ്ലാമിനെ എതിർത്തത്, യുക്തിവാദിയായ ഒരാളെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു, അവരെ ഇറക്കി വിടുക, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ന്യൂനപക്ഷമായ അവർക്ക് ഇന്ത്യയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ തന്തയ്ക്ക് നള്ളങ്ങി വിളിച്ചു, തിരിച്ച് അവന്റെയൊക്കെ തന്തയ്ക്ക് നള്ളങ്ങി വിളിച്ചു. ഒതുങ്ങിയില്ല, നബിയുടെ തന്തയ്ക്ക് നള്ളങ്ങി വിളിച്ചു. അതേ എനിക്ക് അറിയുള്ളായിരുന്നു. അത് അപ്പോഴുണ്ടായിരുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ ഞാൻ നടത്തിയതാണ്. അതിന് ഞാൻ അവരോട് ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. അവരത് അംഗീകരിച്ചു, അത് കഴിഞ്ഞു. പിന്നെയും അത് എടുത്തു വെച്ചിട്ട് ആ വിഷയവും പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പിന് വരുന്നവന്മാരാണ്. എനിക്ക് ഇവർ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ പഴയതുപോലെ ഉണ്ട്. 4 വർഷം എന്നെ കൊല്ലും, വെട്ടും, കുത്തും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ മൗനമായിരുന്നത് ഇസ്ലാമിയർ അത് ചെയ്യില്ല എന്ന് അന്നും വീഡിയോ ഇട്ടോളാണ് ഞാൻ. ഈ പറയുന്ന നബിയെ പറ്റിയുള്ള ഒരു പരാമർശം നടത്തിയതിന്റെ പിറ്റേന്ന് ഇസ്ലാമിന് വേണ്ടി വീഡിയോ ഇട്ടോളാണ് ഞാൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, പക്ഷേ എന്നെ കൊല്ലുക ഇസ്ലാമിയരല്ല, സംഘികളായിരിക്കും. ഞാൻ മരിച്ചാൽ സംഘികളെയോ ഫിജോ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയോ ആണ് അതിന്റെ പിന്നിലെന്ന് എന്റെ വാക്കുമൂലമെന്ന് 4 വർഷം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ എന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. തുടർന്ന് അനുബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനെതിരെ ഞാൻ പറയാൻ നിന്നിട്ടില്ല. ഇസ്ലാമിലെ പണ്ഡിത ശിരോമണികൾ കാണിക്കുന്ന പോക്രിത്തരങ്ങളെ എടുത്തു വെച്ച് പറയാറുണ്ട്. അത് ഇസ്ലാമിലെന്നല്ല, ക്രൈസ്തവ വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലുള്ളവരോടും ചെയ്തിട്ടുണ്ട്. ഒരാളെയും വിട്ടിട്ടില്ല. അത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല കോലങ്ങളും കാണിച്ച് അതിനെതിരെ നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് മറുപടി പറയും. അത് അത്ര തന്നെയാണ്. തീർച്ചയായിട്ടും അത് പറയും. നമ്മൾ പഠിക്കുന്നത് എന്താണോ, നമുക്ക് മനസ്സിലാകുന്ന എന്താണോ, അതനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾക്കും ഇത് വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതും പറഞ്ഞുകൊണ്ട് ആ കുത്തിത്തിരിപ്പും കൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ ടൈമിലേക്ക് ഓടി വരരുത്.
താല്പര്യമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ പച്ചതെറിയ എഴുതി വെക്കുള്ളൂ. എനിക്കിവിടെ ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. നിന്റെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ റേഷൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അടുത്തെന്തുവായിരുന്നു? എനിക്ക് ഫണ്ട് തരുന്നുണ്ട്. എനിക്കവർ ഫണ്ട് തരണം, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് മെനക്കെട്ട് തന്നെയാണ് ഇത് പഠിച്ച് പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം പലർക്കും ഇത് എടുത്തു വെച്ച് ചെയ്യാനുള്ള ബോധം ഉണ്ടാക്കി കൊടുത്തില്ലേ? അവരിത് എങ്ങനെ പറയും, എന്ത് പറയുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പം അവർക്ക് കൃത്യമായിട്ടൊരു സംഗതി ഞാൻ മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരവാദികളാണ്. അവരെനിക്ക് അതിന് സഹായിക്കുക തന്നെ വേണം. ഇതിനു മുമ്പ് എന്റെ വീഡിയോസ് എടുത്തു കൊണ്ടുപോയി റീച്ച് ഉണ്ടാക്കിയ കാമിത എനിക്ക് പൈസ തരാൻ തയ്യാറായിരുന്നല്ലോ. എന്തിനായിരുന്നു? സംഘികൾക്ക് അനുകൂലം പറയാൻ. ഈ സംഘികൾക്ക് കാശ് കൊടുത്ത ആളുകളെ കൊണ്ട് അനുകൂലം പറയിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് അനുകൂലം പറയാൻ വേണ്ടി പൈസ തന്നുകൂടാ? അവരെനിക്ക് തരുന്നില്ല, അതാണ് എന്റെ പരാതിയും. അവര് കാശ് തരികയാണെങ്കിൽ ഇതിനെക്കാട്ടി ടെറിബിൾ ആയിട്ട് ഞാൻ പറയും. അതിലിപ്പോ എന്താടാ കുഴപ്പം? ആർക്കാണ് പ്രശ്നം? എന്റെ വിഭാഗക്കാർ എനിക്ക് പണം തരുന്നു, നിനക്കൊക്കെ എവിടെ കടിക്കുന്നു? നിനക്കൊക്കെ എന്താ പ്രശ്നം? അവരെന്നെ കെയർ ചെയ്യണമെങ്കിൽ അത് നല്ല കാര്യമില്ല, അവർക്ക് വേണ്ടിയിട്ടല്ലേ പറയണം. ഇപ്പൊ നമ്മളൊരു വേദിയിൽ പ്രസംഗിക്കാൻ പോകുന്നു, മിനിമം 10-25,000 രൂപ കിട്ടും. എസൻസിൽ വരികയാണെങ്കിൽ 30,000 രൂപ വരാന്ന് പറഞ്ഞല്ലോ. വേദി പങ്കിടാമെങ്കിൽ നല്ല പൈസ കിട്ടും. പോകുന്നവർക്കൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. അത് തരുമെന്ന് പറഞ്ഞല്ല. ഏതെങ്കിലും ഒരു ചാനലിൽ പോയി ചർച്ചയ്ക്കിരുന്ന അപ്പോഴും തരും നമുക്ക് വണ്ടി കൂലി കാശ്. അപ്പൊ നിങ്ങൾക്ക് കാശ് കൊടുത്ത ആളെ കൊണ്ടുവന്നിരുത്തി ഇസ്ലാം വിരുദ്ധത പറയിക്കാമോ? ഇസ്ലാമിന് അനുകൂലം പറയുന്നതിന് അവർ കാശ് തരും. അതിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്തിനാ? അത് ഞാനും അവരും തമ്മിലുള്ള പ്രശ്നമല്ലേ? അത് നിങ്ങൾ ഓർത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട. 1-2 സ്റ്റേറ്റ്മെന്റുകളുടെ വ്യത്യാസം അതെടുത്ത് വെച്ച് പറയുന്നുണ്ടായിരുന്നു. ഒന്ന്, 1969 മലപ്പുറം ജില്ല ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാനത് 1980 പറഞ്ഞു. ഡേറ്റ് കറക്റ്റ് അല്ലെന്ന് പലപ്പോഴും. ഞാൻ 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിരുന്നത്. അത് ഞാൻ ഏകദേശം 34 കണ്ട പറഞ്ഞു ഒരു പ്രാവശ്യം. അപ്പൊ അത് എന്നെ തിരുത്തിയത് വേറെ ആരുമല്ല, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. പക്ഷേ 1936 എന്നുള്ളത് ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. 1921 നാരായണ ഗുരുവിന്റെ വിശേഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓരോ തവണ പറയുന്നതാണ്. ഞാൻ പല പ്രാവശ്യവും ഡേറ്റുകൾ ചില പ്രാവശ്യം എനിക്ക് തെറ്റാറുണ്ട്. ഞാനത് അംഗീകരിക്കാറുണ്ട്. മിക്കവാറും ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാറുമുണ്ട്. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ ദിസ് പോയിന്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് എഴുതി വെക്കാറുമുണ്ട്. അതും കൊണ്ടുവന്നിട്ട് പാലോളി മുഹമ്മദ് കുട്ടി ചെയ്ത കാര്യങ്ങളെ എല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഈ 1969 എന്ന വിഷയം ഇത് എടുത്തു വെച്ചുകൊണ്ട് ഒരു സംഖ്യ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ വിഷകലയേക്കാൾ വിഷമുള്ളതാണ്. ഞാടാ, എനിക്ക് ഭയങ്കര വിഷവാ. അതെന്താടാ, വിഷകലയ്ക്ക് വിഷം ഉടക്കാമെങ്കിൽ പിന്നെ എനിക്ക് വിഷം ഉറക്കിക്കൂടെ? ഞാൻ പറയുന്നത് വർഗീയതയാണെന്നൊരു പരാമർശമുണ്ടായിരുന്നു. അതെന്താ നിങ്ങൾക്ക് വർഗീയത പറയാം, ഞങ്ങൾ വർഗീയത പറഞ്ഞപ്പോൾ നൊന്താ? ഞങ്ങൾക്കും വർഗീയതയുണ്ട്. എന്താ പറഞ്ഞാല് പല പ്രാവശ്യമായിട്ട് പല രീതിയിൽ വർഗീയമായി പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതവിഭാഗത്തിലുള്ളവരെ അധിക്ഷേപിക്കുന്ന ഒരു ടേം നിങ്ങൾ തുടർന്ന് വരുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വർഗീയത പറയും. അത് അധിക്ഷേപിക്കാനല്ല, അവർക്ക് തിരിച്ചറിവുണ്ടാകാൻ. അവർ തിരിച്ചറിവാകണം. അവരിതിനെതിരെ ശക്തമായി നിലകൊള്ളണം. ബേസിക്കലി എൻ്റെ ഒരൊറ്റ കാര്യം, എൻ്റെ ഒരൊറ്റ ഇന്റൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിലെ പെൺകുട്ടികൾ നന്നായി പഠിക്കണം, ബോധമുണ്ടാകണം. അടുത്ത തലമുറയ്ക്ക് നല്ല രീതിയിൽ ചരിത്രബോധത്തോടു കൂടി അവർ ജനിച്ചു വീണം. ഇനി ഒരു കമന്റ് പറയാം. ഞാൻ ഈ കമന്റ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യാത്ത, കൊണ്ടുവന്ന് വെക്കാത്തത് അത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ എൻ്റെ ടൈം ലൈനിൽ കിടപ്പുണ്ട്. അടുത്ത കമന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി? നിന്റെ ഉപ്പുപ്പായും ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി? ഞാൻ ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതിനേക്കാൾ നന്ദസായിട്ട് ഈ നാടിന് വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. 36 എണ്ണത്തിനെയാ ഇന്ത്യൻ സ്വദേശി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മറ്റു മതവിശ്വാസികളായിട്ട് പോലും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിച്ചത്. അതിലെ കള്ളം ചെയ്തവന്മാരുണ്ട്, കൊലപാതകം ചെയ്തവന്മാരുണ്ട്, തെണ്ടിത്തരം കാണിച്ച് അകത്ത് പോയവന്മാരുണ്ട്, പെണ്ണ് കേസിൽ അകത്ത് പോയവന്മാരുണ്ട്. എന്റെ മതവിഭാഗത്തിലുള്ളവരാണെങ്കിൽ അതിന് ആൾക്കാർ അവിടെ വരുമെന്നും ഈ ഇതര മതവിഭാഗക്കാർക്ക് അവിടെ അങ്ങനെ ഉണ്ടാവത്തില്ല എന്നും അവരെ ഇറക്കി വിടണമെന്നുമുള്ള ഒരു ഉത്സാഹം കൊണ്ട് ഞാൻ സംരക്ഷിച്ച 36 പേരുണ്ട്. നമ്പർ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് തരാം, വേണോ? അത് ഞാൻ ചെയ്തത് എൻ്റെ നാടിന് വേണ്ടിയിട്ട് തന്നെയാണ്. സാഹോദര്യം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട്. അവിടുന്ന് ഇറങ്ങി വരുന്ന ഉടൻ ഇവനെ സംഘിയാക്കാനും സംഘിയാവാൻ അവനും ഉത്സാഹം കാണിക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ഞാൻ സംരക്ഷിച്ചു കൊണ്ടുവന്നെടുത്തു. കാരണം അവിടുന്ന് ഇറക്കി കൊണ്ടുവന്നത് ഒരു ഇസ്ലാം പെണ്ണ് തന്നെയാണ് എന്നുള്ള ബോധം അവന്റെ ഉള്ളിലുണ്ടാവണം. സംഗീതത്തിലേക്ക് അവൻ തിരിയുന്നതിന് മുമ്പ് ആ ഉൾക്കുത്ത് അവനുണ്ടാവണം. എന്നെ അവിടുന്ന് കൊണ്ടുവന്നത് ഒരു ഇസ്ലാം സഹോദരിയാണ്, അവളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് എന്ന ബോധം അവനുണ്ടാവണം. അത് തന്നെയാണ് ഞാൻ ഈ നാട്ടിന് വേണ്ടി ചെയ്തത്. പിന്നെ എൻ്റെ ഉപ്പുപ്പായ അവിടെ ഇരിക്കട്ടെ, എൻ്റെ ഉമ്മുമ്മായ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഘികൾക്കോ ക്രിസംഘികൾക്കോ ഇല്ലാത്തൊരു ചരിത്രം എനിക്കുണ്ട്, എൻ്റെ കുടുംബത്തിനുണ്ട്. അവിടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. നാടിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നും പറകുന്നെന്ന് പറയണ എൻ്റെ ഗ്രാമത്തിൽ പോയി അവിടുത്തെ ജനം പറയും, നാട്ടിന് വേണ്ടി എൻ്റെ കുടുംബം എന്ത് ചെയ്തു എന്ന്. അവിടെയുള്ള ഇസ്ലാമിയർക്ക് നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കി കൊടുത്ത കുടുംബത്തിലുള്ളവളാ ഞാൻ.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കുടുംബം ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തെളിവുകളാണ് പറയുന്നത്. സ്വന്തം നാടിന്റെ പേരും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ കൂടുതൽ കൊണയും അടിച്ചോണ്ട് ഇങ്ങോട്ട് തള്ളണ്ട. ഇസ്ലാമിയരെ സംരക്ഷിക്കണമോ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തരും വരേണ്ട കാര്യമില്ല. അവർക്ക് ബോധമുണ്ടെങ്കിൽ, അവർക്ക് ഈ മതേതരത്വം എന്നുള്ള അവരെ അടക്കി നിർത്താനുള്ള ഒരു കവചം ഇട്ട് കൊടുത്തിട്ട് അവരെ ഇട്ട് പീഡിപ്പിക്കുന്ന വൃത്തികെട്ട വർഗത്തിനെതിരെ അവർക്കൊരു തിരിച്ചറിവുണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അവരെന്താണെന്ന് അവർ 1947 നമുക്ക് തെളിയിച്ചു തന്ന ആൾക്കാരാണ്. അതിലവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മനുഷ്യരുടെ പേര്. അത് പോയി നോക്കിയാൽ മാത്രം മനസ്സിലാകും ഇസ്ലാമിയർ ശക്തരാണോ അല്ലയോ എന്നുള്ളത്. ആ ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ധാരാളമാണ്. അവർ സംഘടിതരാണ്, അവർ ശക്തരാണ്, അവർക്ക് ആ ശക്തിയുണ്ട്. ഞാൻ അവരിൽ പെട്ടവളാണ്. അതാണ് എൻ്റെ ഈ തീവ്രതയും എൻ്റെ ഞാൻ ഈ പറയുന്നതും ഇതേപോലെ നിങ്ങൾ എന്നെ കാണുന്നതും ഞാൻ അതായതുകൊണ്ടാണ്, ഇസ്ലാം ആയതുകൊണ്ടാണ്. നീ എൻ്റെ അടുത്തുനിന്ന് എൻ്റെ മതം എടുത്തോണ്ട് പോകാൻ വരുന്ന നാറികളോടാണ്. നീ വിചാരിച്ചാലോ, ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ വിചാരിച്ചാലോ, രാഷ്ട്രപതി വിചാരിച്ചാലോ എൻ്റെ മതം എന്നിൽ നിന്ന് എടുത്തോണ്ട് പോകാനൊക്കത്തില്ല. അതൊരു കമന്റിന്റെ ബേസ് ചെയ്ത് തന്നെ പറയുന്നത്. ഇസ്ലാം ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന്. ഇസ്ലാം ആണെന്ന് തെളിയിച്ചാൽ എന്തരടാ, വല്ല വാഴയും കിട്ടുമോ? ഞാൻ ഇനി എവിടെ കിടന്ന് ചത്താലും എന്നെ എടുത്തുകൊണ്ട് അടക്കാനായിട്ട് എൻ്റെ ഉപ്പുപ്പ അവിടെ 10 സെന്റ് ഇട്ടിട്ടുണ്ട്. കുടുംബക്കാർക്ക് അടക്കം ചെയ്യാൻ പെടാൻ വേണ്ടിയിട്ട് പള്ളിയിൽ 10 സെന്റ് ഞങ്ങളുടെ കുടുംബത്തിന്റെ വക അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് അടക്കം ചെയ്യും. എൻ്റെത് മെഡിക്കൽ കോളേജിൽ കൊടുക്കും. പക്ഷേ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പോരാട്ടെ, ഞാൻ സമ്പാദിച്ചിട്ട പറമ്പുണ്ട്, അവിടെ കൊണ്ട് കുഴിച്ചിട്ടുള്ളൂ. നീ വിഷമിക്കണ്ട, അതോർത്ത് നീ പ്രയാസപ്പെടേണ്ട കാര്യവുമില്ല. ആവശ്യമില്ലാതെ അനാവശ്യമായി ഇത്തരം കുത്തിത്തിരിപ്പ് കമന്റുകൾ എഴുതുമ്പോൾ ഉടനെ ഇത് ശരി, ഇവളതാവും, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത കാര്യമാണ് യെല്ലോ മാർക്ക്. ഏത് വീഡിയോ ഇട്ടാലും യെല്ലോ മാർക്ക്. എന്തുകൊണ്ടാണ്? അത് റിപ്പോർട്ട് അടിക്കുന്നുണ്ടാണ്. എനിക്ക് റവന്യൂ ജനറേറ്റ് ആവത്തില്ല. റവന്യൂ ജനറേറ്റർ ആവാതെ ഞാൻ മെനക്കെട്ടിരുന്ന് പഠിച്ച് ചെയ്യുമ്പോൾ എനിക്ക് പ്രയോജനമില്ല. പക്ഷെ എനിക്കതിൻ്റെ വ്യൂ കാണുമ്പോൾ സമാധാനമുണ്ട്. കാരണം അത്രയും പേരിലേക്ക് ഇത് എത്തുന്നുണ്ടല്ലോ. എൻ്റെ റവന്യൂ കുഴപ്പമില്ല, ആളുകൾക്ക് ഇത് കിട്ടുന്നുണ്ടല്ലോ. ഞാനും അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ ഇനി ഫ്യൂച്ചറിലേക്ക് എൻ്റെ കുഞ്ഞ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് പ്രതീക്ഷിക്കാം. അവിടെ റവന്യൂ അടിസ്ഥാനത്തിലായിരിക്കത്തില്ല. ഇപ്പം ഞാനൊരു പക്ഷെ ഒരു റവന്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അന്ന് റവന്യൂ പോലും എക്സ്പെക്ട് ചെയ്യാതെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് ഇതിനേക്കാൾ ശക്തമായ ഭാഷ ഷെഫീനെ സംസാരിക്കും. അപ്പം നീ എന്തോ ചെയ്യും മല്ലയ്യ, അതാ കാണേണ്ടത്. പിന്നെ കമന്റോളികളെ താങ്ക് യു. നീയൊക്കെ കമന്റ് ഇടുകയാണെങ്കിൽ അത്രയും കൂടുതൽ വ്യൂ എനിക്ക് വരും എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അക്കൂടെ എനിക്ക് നല്ല കമന്റ്സ് ഇടുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഞാൻ അവരെ കണ്ടില്ല എന്നല്ല പറയുന്നത്. വളരെ സന്തോഷം. എനിക്ക് നിങ്ങൾ കമന്റ് ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അറ്റ്ലീസ്റ്റ് അതിനകത്തുള്ള ഐഡിയാസ് അഡാപ്റ്റ് ചെയ്ത് അത് വെച്ച് കൂടുതൽ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് ഇത് എത്തിക്കും. ചിലപ്പോൾ എനിക്ക് വ്യൂ കുറവായിരിക്കാം, വ്യൂ കൂടുതലുള്ള നമ്മളുടെ വിഭാഗക്കാരുണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് ഈ ഐഡിയ അവരുടേതായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറയും. ആളുകളിലേക്ക് എത്തട്ടെ. എൻ്റെ ഇന്റൻഷൻ അത്രയേ ഉള്ളൂ. എത്ര കാലം നമ്മൾ ഈ അവഹേളനം കേൾക്കും? എത്ര കാലം ഈ രീതിയിൽ മോശപ്പെട്ട വർത്തമാനം നമ്മൾ കേട്ടുകൊണ്ട് നിശബ്ദരായിരിക്കും? ഇതിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. പലരും വന്ന് വേറൊരു കമന്റും കൂടെ, ലാസ്റ്റ് കമന്റും കൂടെ പറയണമല്ലോ, അന്യമതക്കാരെ പറയരുതെന്ന്. അവരുടെ അടുത്ത് ആദ്യം പറ, എൻ്റെ മതത്തിനെ പറയരുതെന്ന്. പിന്നെ ഞാൻ എന്ത് പറയണം? ഞാനല്ലേ നിശ്ചയിക്കുക. നിങ്ങൾ പറയണ്ട, ഞാൻ പറയാമല്ലോ. ആരോ ഒരാളുടെ കമന്റ് അതും ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾ പറഞ്ഞ സുഡാപ്പിയാകും. നിങ്ങളെ സുഡാപ്പിയാക്കട്ട്, നിങ്ങളെ മുസ്ലിം എന്നല്ലേ പറയണത്? ആയിക്കോട്ടെ, നിങ്ങൾ സുഡാപ്പിന്ന് തന്നെ പറയാം. ഇനിയിപ്പോ എന്താ? നിങ്ങൾ രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വംശത്തിനെ അധിക്ഷേപിക്കുമ്പോൾ വംശീയാധിക്ഷേപത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നു. അത് നിങ്ങളുടെ റൈറ്റ്സ് ആണ്. ഇന്നലെ ഒരുത്തരുന്നുണ്ട് വംശവെറി അത്രയും അവന്റെ വായിക്കാത്തുണ്ടായിരുന്നു. ഹറാം പറഞ്ഞവനെ പാകിസ്ഥാനി പോ എന്ന് പറയണം. അവന്റെ തന്തയ്ക്ക് കിട്ടിയതാണോ ഇത്? അത് ചോദിക്കാനുള്ള ആർജവം ഓരോ ഇസ്ലാമിനും ഉണ്ടാവണം. ആർജവം മാത്രം പോരാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റ് ഫെയിം ഉണ്ടാക്കിയെടുക്കുക. ഫിനാൻഷ്യലി സൗണ്ടായ ഒരു വിഭാഗത്തിനോട് റിപ്പീറ്റഡ്ലി ഇത് പറയേണ്ടി വരുന്നത് ഗതികേടാണ്. നിങ്ങൾ ഒരു പറ്റം അഡ്വക്കേറ്റ്സിനെ തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്കിടയിൽ തന്നെ ആൾക്കാരുണ്ട്, അവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഉണ്ടാക്കി ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതേപോലുള്ള മോശമായി സോഷ്യൽ മീഡിയയിൽ കൂടി ഇസ്ലാമിനെ അവഹേളിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഒരു പറ്റം അസോസിയേഷൻ രൂപത്തിൽ ഒരു അഡ്വക്കേറ്റ്സിനെ തയ്യാറാക്കി വെക്കുക. ഓരോ ജില്ലയിൽ നിന്നും ഓരോ വക്കീലന്മാരുണ്ടായിരിക്കണം. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന ജില്ലയിലാണെങ്കിൽ ആ ജില്ലയിലുള്ള വക്കീലിനെ ഏൽപ്പിക്കുക. അവർ ആ കേസുമായി മുൻപോട്ട് പോകട്ടെ. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ മെനക്കെട്ട് ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള അവഹേളനത്തിന് മൂക്കുകയറി വരും.
എല്ലാത്തിനും ആരെയൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ, അവർക്ക് പശുവിനെ വാങ്ങിക്കാൻ, അവർക്ക് വീട് വെക്കാൻ ഒക്കെ പണം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലേ? ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ എൻ്റെ പേര് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്കും. നിങ്ങൾ അതിനകത്ത് വന്ന് അങ്ങനെ താല്പര്യമുള്ളവർ മുൻപോട്ട് വരിക. ഓരോ ജില്ലയിൽ നിന്നും ഓരോ വക്കീലന്മാർക്ക് സ്വാഗതം. ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക, അതിലേക്ക് ഇത്തരം കേസുകൾ കൊണ്ട് കൊടുക്കുക. ജോയിന്റ് വെഞ്ചറായിട്ട് പോകട്ടെ. നമ്മളെ ഉപദ്രവിച്ചാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഇത് നമ്മൾ തിരിച്ചു കാണിച്ചു കൊടുക്കണം. ഒരാളെങ്കിലും ഒന്ന് യുണൈറ്റഡ് ആയിട്ട് വരുന്നേ എത്രയോ ദിവസം കൊണ്ട് പറയുന്നു. നിങ്ങളൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുക. എല്ലാത്തിനും ഉണ്ട്. എനിക്കുണ്ട് ഒരു സംഘടന, അക്സ്മ, ഓൾ കേരള മീഡിയ അസോസിയേഷൻ. അപ്പൊ അതേപോലെ നിങ്ങളൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാം ഇസ്ലാമിന് വേണ്ടിയിട്ട്. എന്നല്ല, ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വക്കീലിനെ തരാം കേട്ടോ. നല്ലൊരു വക്കീൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ട്, തിരുവനന്തപുരം സ്വദേശിയാണ്, പുള്ളി ചെയ്തോളും. എൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക്. ബാക്കി എല്ലായിടത്തു നിന്നും ഉണ്ടാവണം ആൾക്കാർ. എല്ലായിടത്തു നിന്നും വക്കീലന്മാർ വേണം. കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് അതിന് വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കിയ പരാതികൾ അതത് ഇതിലേക്ക് കൊടുത്ത് ആ പരാതികൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇതുപോലൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ട് അതിനൊരു പേരും അങ്ങിട്ടേക്ക്. അത് ചെയ്യണം, അടിയന്തരമായി ചെയ്യണം. താല്പര്യമാണ്. ഇഷ്ടമുള്ളവർക്ക് എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ആൻഡ് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. പിന്നെ കമൻറ്റ് എഴുതുന്ന കമൻറ്റോളികളെ, പൊന്നു മക്കളെ, കണ്ണുവട്ടത്തൊന്നും വരരുത്. ഞാൻ അടിച്ച് ഞാൻ കൊല്ലും ഞാൻ.